കുരിശുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ ചില വിചാരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അനുവദിച്ച സമയപരിധിയിൽ എൻ്റെ സന്ദേശത്തിന് ഇന്ന് രാത്രി വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടിട്ടുണ്ടാകും, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടു, അവൻ കുരിശിനെ സഹിച്ചു. അപമാനം അലക്ഷ്യമാക്കി കുരിശിനെ സഹിക്കുകയായിരുന്നു. എന്താ യേശു കുരിശിനെ സഹിക്കാൻ കാരണം? നമ്മൾ കുരിശിനെ അറിയേണ്ടതിനു വേണ്ടി. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണമെന്ന് പറഞ്ഞതുപോലെ ക്രൂശിനെ ശ്രദ്ധിച്ച് നോക്കണം. ക്രൂശിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വിചാരങ്ങൾ ചെറുപ്പക്കാരൊക്കെ കുറിച്ചെടുക്കുകയും മനസ്സിൽ കരുതുകയും അതിനെ നിങ്ങൾ വിഷയങ്ങളാക്കി വിശാലമാക്കുകയും ചെയ്യണം. ഓൺലൈനിലും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ കോറിയിടുകയാണ് ഈ പ്രയോഗങ്ങൾ. ഒന്ന്, കുരിശിൻ്റെ വചനം. എന്താ കുരിശിൻ്റെ വചനം? രണ്ട്, കുരിശിലെ വിമോചനം. കുരിശ് നൽകുന്ന വിമോചനമുണ്ട്. കുരിശ് നൽകുന്നതെന്ന് പറഞ്ഞാൽ ക്രൂശിതൻ നൽകുന്ന വിമോചനമുണ്ട്. മൂന്നാമത്തേത് കുരിശിൻ്റെ വഹനമാണ്. വഹനം, ആദ്യം ഞാൻ പറഞ്ഞത് വചനമാണ്. മൂന്നാമത് ഞാൻ പറയുന്നത് കുരിശിൻ്റെ വഹനമാണ്. എന്ന് പറഞ്ഞാൽ കുരിശ് വഹിക്കേണ്ടതുപോലെ കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുക എന്നതോ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതോ വീടിന് അലങ്കാരമായി ഭക്തിയുടെ പരിവേഷമായി ഒരു കുരിശ് പണിത് വയ്ക്കുക എന്നുള്ളതോ അല്ല. കുരിശിൻ്റെ വഹനം എന്താണെന്ന് ഞാൻ പറയാം. അടുത്തത്, അപ്പം കുരിശിൻ്റെ വചനമുണ്ട്, കുരിശിലെ വിമോചനമുണ്ട്, കുരിശിൻ്റെ വഹനമുണ്ട്. അടുത്തത് വേറൊന്നുകൂടിയുണ്ട്, കുരിശിൻ്റെ സഹനം. എന്താ കുരിശിൻ്റെ സഹനം? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കും കുരിശ് സഹിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? കുരിശിൻ്റെ സഹനം. കുരിശിനൊരാളത്വമുണ്ട്, അത് മറ്റാരുമല്ല, യേശുവ. കുരിശിൻ്റെ സാക്ഷ്യം എന്താണെന്നറിയണം. കുരിശിൻ്റെ സാക്ഷ്യം, കുരിശിലൊരു സാക്ഷ്യമുയരുന്നുണ്ട്. ആ സാക്ഷ്യം വളരെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ്. ഇതിനെല്ലാം വിരുദ്ധമായി വേറെ ചിന്തയുണ്ട്, കുരിശിലെ അധിക്ഷേപമാണ്. യേശുവിനെ അധിക്ഷേപിക്കുവാൻ ഒരുവൻ കുരിശിൽ തന്നെ ഉണ്ട്. അവൻ യേശുവിനെ അധിക്ഷേപിക്കുന്നത് കാണാൻ കഴിയും. വിശ്വാസികൾക്കെല്ലാം കൂടെ കൂടെ കേട്ട് പഴക്കമുള്ള തഴക്കമുള്ള പറഞ്ഞ് ശീലമുള്ള വേറൊരു പ്രയോഗമുണ്ട്, കുരിശിൻ്റെ നിഴൽ എന്നൊക്കെ പറയുന്നത്. എന്താ പ്രിയരെ കുരിശിൻ്റെ നിഴൽ എന്നൊക്കെ പറഞ്ഞാൽ? അതിനൊക്കെ അർത്ഥവിചാരങ്ങൾ വളരെ ആഴമുള്ളതുണ്ട് എന്ന് നാം അറിയണം. ഞാനീ പറഞ്ഞതിൽ ചിലതിനെ മാത്രം ഒന്ന് വിശദീകരിക്കാം. അനുവദിച്ച സമയം അതിൻ്റെ കൂട്ടിലെത്തുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ കുരിശിൻ്റെ വചനം അല്ലെങ്കിൽ കുരിശിൻ്റെ സന്ദേശം? കുരിശിൻ്റെ വചനമെന്നോ ബ്രാക്കറ്റിൽ കുരിശിൻ്റെ സന്ദേശമെന്നോ എഴുതണം. ക്രൂശിനൊരു സന്ദേശമുണ്ട്. ക്രൂശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ടെന്നുള്ളതാ. അവനിൽ വിശ്വസിക്കുന്നവന് ദൈവിക ആനുകൂല്യമുണ്ടെന്നുള്ളതാ കുരിശിൻ്റെ സന്ദേശം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ശിക്ഷയാ. നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കുരിശിൻ്റെ വചനം കേട്ടില്ലെങ്കിൽ അവനത് ശിക്ഷയാ. പക്ഷേ നശിച്ചു പോകാൻ തുടങ്ങുന്ന ഒരുവൻ കുരിശിൻ്റെ വചനം കേട്ടാൽ അവനത് രക്ഷയായി മാറും. നിഷേധിക്കുന്നവർക്ക് അത് ശിക്ഷയാകുമ്പോൾ അതിനെ ഏറ്റുകൊള്ളണം. നിരുപാധികം ഏറ്റുകൊള്ളുന്നവനത് രക്ഷയായി മാറും. പാപം അവനെ നശിപ്പിക്കുക, മദ്യം അവനെ നശിപ്പിക്കുക, ലഹരി പദാർത്ഥങ്ങൾ അവനെ നശിപ്പിക്കുക. ഒരു പ്രായം കഴിയുമ്പോഴേക്ക് പപ്പയുടെ പണി നോക്കും, മമ്മിയുടെ കാര്യം നോക്കെന്നൊക്കെ പറഞ്ഞ് ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, താൻപൊരുമയോടെ, അഹന്തയോടെ, അഹങ്കാരത്തോടെ വീട്ടിലൊരുമാതിരി വല്ലാതെ തലവേദനയായി മാറുന്ന യുവത്വത്തെ, ടീനേജുകാരെ, കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാശത്തിലേക്ക് അവൻ നിബദിക്കുകയാണ്. യേശു പറയുന്ന ഒരു ഉപമയ്ക്കകത്ത് അപ്പൻ്റെ നേരെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു കൊച്ചു പയ്യനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തരാനുള്ളത് തരണം മോനെ, പ്രായമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അവൻ ആ വേദാന്തമൊന്നും കേൾക്കാൻ നേരമുണ്ടായില്ല. അപ്പനെ ഭീഷണിപ്പെടുത്തി കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചു. അവൻ ആ വീട് വിട്ട് പുറത്തു പോകുന്നു. വീടിൻ്റെ പടി ഇറങ്ങുന്നു. അപ്പനെ കണ്ണുനീര് കൊടുത്തുകൊണ്ട്, അമ്മയ്ക്ക് വേദന കൊടുത്തുകൊണ്ട്, 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ചുമന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്ന് വലുതായി വന്നവൻ അമ്മയെ മറന്ന് അമ്മയിൽ നിന്ന് അകന്നു പോകുകയാണ്. അവൻ വളർന്ന ഗർഭപാത്രത്തോട് ഒരു മമതയുമില്ലാതെ അവനെ പൊറ്റിപ്പുലർത്തി നെഞ്ചകം ചുരത്തിക്കൊടുത്തവൻ ആരോഗ്യം കൊടുത്ത് അമ്മയോട് പ്രതിബദ്ധതയില്ലാതെ പടിയിറങ്ങുന്നു അവൻ. അപ്പനെ വേദനിപ്പിച്ചുകൊണ്ട് എവിടേക്കോ ദൂരദേശത്തേക്ക് കറങ്ങി. ഈച്ച പോലെ പറ്റിക്കൂട്ടിയ കൂട്ടുകാരുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണം അവസാനത്തെ ചില്ലിയും തീർന്നു. തട്ടുകടയിൽ നിന്നൊരു ചായ പോലും വാങ്ങാൻ കാശ് മിച്ചമില്ലാതിരുന്ന നേരത്ത് വായിക്കുന്നു, അവന് സുബോധം വന്നു. മനസ്സിലായോ? എല്ലാം കയ്യിലുള്ളപ്പോൾ സുബോധം ഉണ്ടാകത്തില്ല പലർക്കും. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് സുബോധം. ഇനിയും ഡോക്ടറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിംസിലും കിംസിലും മിംസിലും മെഡിക്കൽ കോളേജിലും ആസ്ട്ര മെഡിസിറ്റിയിലും പിന്നെ അങ്ങ് ലേക്ക് ഷോറിലുമൊന്നും ഒരു പരിപാടി നടക്കത്തില്ലെന്ന് കണ്ടു കഴിയുമ്പോഴാണ് സുബോധം വരുന്നത്. എന്നാൽ പിന്നെ ഓസിച്ചേക്കാന്ന് ചിന്തിക്കുന്ന വിശ്വാസികളെ കണ്ടിട്ടുണ്ടോ? അവസാനത്തെ കയ്യ
സുബോധം. ഏതാ? ഇനി ഉപവസിച്ചേക്കാം, ഇനി പ്രാർത്ഥിച്ചേക്കാം. ഉണ്ടായിരുന്ന കാശ് മുഴുവനും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. 5 നയ പൈസ സ്വോത്ര കാഴ്ച പോലും ഇടാനില്ലാതെ വരുമ്പോഴാണ് ഉപവാസത്തിൻ്റെ അവസാനത്തെ തീരുമാനം, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞ പോലെ ഇവൻ പറയുക. അവന് സുബോധം വന്നു. കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. മോനെ, നിനക്ക് സുബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നീ വീട്ടിലാണോ അല്ലയോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണ്. അപ്പോൾ അങ്ങളെ പഠിക്കാൻ പോകണ്ടേ? കോഴ്സിന് പഠിക്കാൻ പോകണ്ടേ? അങ്ങും ഇങ്ങുമൊക്കെ ബാംഗ്ലൂരും പൂനെയിലും ധാനയിലും മുംബൈയിലും കൊൽക്കത്തയിലും ദില്ലിയിലും വിശാഖപട്ടണത്തും വിജയവാഡയിലും ഒക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ സുബോധമുള്ളവരൊക്കെ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പോകണ്ടേ എന്ന് ചിലപ്പോൾ ചോദിക്കാം. മോനെ, അവിടെയൊക്കെ പോകണം. അവിടെ നിന്നെ അയക്കേണ്ടത് നിൻ്റെ ദാർഢ്യത്തിൽ പോവുകയല്ല, അപ്പനും അമ്മയും കൂടെ നിന്നെ അയക്കണം. അവരുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ, അവരുടെ വിയർപ്പിൻ്റെ പണം നിൻ്റെ പഠനത്തിന് ഉപയോഗിക്കണം. അവരുമായിട്ട് നല്ല ആന്തരിക രമ്യതയിലാകണം. അല്ലാതെ വീട് വിട്ടു പോകുന്നതല്ല സുബോധം. ഇവന് സുബോധം വന്നപ്പോൾ എന്തോ ഇതെന്നറിയാമോ? വീട്ടിലേക്ക് വന്നു, അപ്പനുമായി രമ്യതയിലായി, വീടുമായി രമ്യതയിലായി. അപ്പോൾ സുബോധമുള്ള തലമുറ വീട്ടിലുണ്ടാകും. വീട്ടിലില്ലെങ്കിൽ തന്നെ മാതാപിതാക്കളുമായി രമ്യതയിലായിരിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വിധമായിരിക്കുന്ന ഗതികളിലേക്ക് ലോകം നീങ്ങുമ്പോൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ വചനം പറയുന്നു, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു. അതാണ് ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത്. ആ ക്രൂശിൻ്റെ വചനം, ആ കവലകളിൽ ഇടവഴിയിൽ ഞങ്ങൾക്കുറക്കെ പറയാനുള്ളത്, ക്രൂശിൻ്റെ വചനം രക്ഷയുടെ വചനമാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കപ്പെടുന്ന ആനുകൂല്യം ഞാൻ 1-2 വേഗം പറയാം. വിശ്വസിക്കുന്നവന് പാപമോചനം, അപ്പോസ്തലപ്രവൃത്തി 10:43. വിശ്വസിക്കുന്നവന് പുത്രത്വം, ഗലാത്യലേഖനം 3:26. അപ്പോസ്തലപ്രവൃത്തി 10:43 അറിയാമോ? വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന്. ഗലാത്യർ 3:26 അറിയാമോ? ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വമുള്ളത്. ഗംഭീരമായി വേറൊരു വാക്യമുണ്ട്, വിശ്വസിക്കുന്നു. ക്രൂശിൻ്റെ വചനം പറയുന്ന വേറൊരു വാക്യമുണ്ട്, ഏതാണെന്നറിയാമോ? യോഹന്നാൻ 3:15 വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണശേഷവും ജീവിക്കുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായ ദൈവിക സാധ്യതയാണ്. ദൈവം നമുക്കൊരുക്കിയിട്ടുള്ള മഹത്തായ സാധ്യതയാ. മരണം കൊണ്ട് തീരുന്നില്ല. മണ്ണിലേക്ക് വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുന്നില്ല വ്യക്തി. അവനെ അവിടെ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവിക പദ്ധതിയുണ്ട്. അതിന് നിത്യജീവൻ പ്രാപിക്കണം. ക്രൂശിൻ്റെ വചനം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ കുരിശിൻ്റെ വചനം അതാണ്, ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നതാണ് ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുന്നു എന്നുള്ളത്. ക്രൂശിൻ്റെ വാഹനമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് പ്രിയരെ ക്രൂശിൻ്റെ വാഹനം? ഒരു ക്രൂശ് വഹിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടതകളും നമുക്ക് ദൈവം തന്ന ക്രൂശായതുകൊണ്ട് യേശു പറഞ്ഞതുപോലെ അവനവൻ താൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. പരാതിയോ പരിദേവനങ്ങളോ ഇല്ലാതെ, ആരെയും കുറ്റം പറയാതെ, അവരുടെ കുഴപ്പം കൊണ്ട്, അമ്മയുടെ കുഴപ്പം കൊണ്ട്, അപ്പൻ്റെ കുഴപ്പം കൊണ്ട്, മക്കളുടെ കുഴപ്പം കൊണ്ട്, ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ട്, ഭാര്യയുടെ കുഴപ്പം കൊണ്ട് എന്നൊന്നും പരസ്പരം പഴിചാരാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് താൻ്റെ ക്രൂശ് വളരെ സന്തോഷത്തോടെ വഹിക്കുന്നവരാകണം. അതാണ് ക്രൂശിൻ്റെ വഹനമെന്ന് പറയുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്നത്തെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ക്രിസ്ത്യ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പഴയ ഭക്തന്മാർ പാടിയത്, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. എന്നെ വലിയ പ്രത്യാശയായിരുന്നു. അതാ പ്രത്യാശ. ഓരോ കാലങ്ങളിൽ രൂപപ്പെട്ടു വന്ന പാട്ടുകളെ വിചാരണ നടത്തണം. പാട്ടുകാരോടും കൂടെ ഞാൻ പറയുകയാണ്, ഓരോ കാലങ്ങളിലുമുള്ള പാട്ടുകളുടെ വിചാരങ്ങൾ നടത്തണം. മനസ്സിലായോ? പാട്ടുകളുടെ വിചാരങ്ങളെ നടത്തുമ്പോൾ കഷ്ടതയെന്ന ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പാതകളെ പിൻപറ്റുന്നതിനകത്തെ സന്തോഷവും ആമോദവും ആനന്ദവും ആഹ്ലാദവുമായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്ന പാട്ടുകളെല്ലാം. അടുത്ത കാലത്തിൽ നമ്മൾ പാടി സന്തോഷിച്ച് അങ്ങ് ഭയങ്കര ആനന്ദ നൃത്തം ചെയ്യുന്നത്, നമുക്ക് രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, ഞാനും എൻ്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെടും, ഞാൻ കടം വാങ്ങിക്കത്തില്ല, കടം കൊടുക്കും, പലിശയ്ക്ക് കടം കൊടുക്കുമെന്ന് കണ്ടോ പാടുക. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് എന്തോ പൈസ വാങ്ങിക്കത്തില്ല, പക്ഷേ വാട്ടിപ്പലിശയ്ക്ക് ഞാൻ പൈസ കൊടുക്കുമെന്നൊക്കെ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞ് പാടുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ എന്നാ ഒരു സന്തോഷമാണെന്നറിയാം. കാലപ്രയാണങ്ങളിലുള്ള ദൈവസഭയിൽ എഴുതപ്പെട്ട പാട്ടുകളിൽ ഉപദേശത്തിൻ്റെ വൈരുദ്ധ്യതകൾ വന്നിട്ടുണ്ട്.
ഉപദേശത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് വരാതിരിക്കാനും അങ്ങനെയുള്ള പാട്ടുകളെ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യാശയുടെ ഗാനങ്ങൾ പാടാനും നമുക്ക് കഴിയണം. ക്രിസ്തീയ ജീവിതം കഷ്ടതയില്ലാത്തതല്ല, കഷ്ടതയോട് കൂടിയതാണ് ക്രിസ്തീയ ജീവിതം. കഷ്ടത നമ്മെ തകർക്കാനല്ല, നമ്മെ പണിയേണ്ടതിന്. കഷ്ടത നമ്മെ തളർത്താനല്ല, നമ്മെ വളർത്തേണ്ടതിന് വേണ്ടിയാണ്. കഷ്ടാനുഭവങ്ങൾ തൻ്റെ പുത്രനെ തികഞ്ഞവനാക്കി തീർക്കുന്നത് യുക്തമെന്ന് കണ്ടിട്ട് അവനെ കഷ്ടങ്ങളിലൂടെ കടത്തിയെങ്കിൽ ക്രൂശിൻ്റെ വാഹനത്തിന് നമ്മൾ തയ്യാറാകണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്രൂശിൻ്റെ വാഹനം, ക്രൂശിൻ്റെ സഹനം, ഇതെല്ലാം അതിനകത്തുള്ളത്. ഒരു പ്രധാന ചിന്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ക്രൂശിൻ്റെ നിഴൽ. ദൈവദാസ്യന്മാർ അറിയണം എന്താണ് ക്രൂശിൻ്റെ നിഴൽ. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ക്രൂശിൻ്റെ നിഴൽ എന്ന് പറയാൻ ഉള്ള പ്രധാന കാരണം അതിൻ്റെ പേര് ഒരു ചരിത്രത്തിൻ്റെ പിന്നാമ്പുറമുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസിനെയും കൂടെ ക്രൂശീകരിച്ചതിന് ശേഷമായിട്ട് ഏഷ്യ മൈനറിൻ്റെ വിവിധ പട്ടണങ്ങളിലെല്ലാം വലിയൊരു ക്രൂശ് ജനനിബിഡമായ കവലകളിൽ, ഒന്നുകിൽ മൈതാനങ്ങളിൽ, അതല്ലെങ്കിൽ ചന്തസ്ഥലങ്ങളിൽ ഒരു ക്രൂശ് കൊണ്ട് നിർത്താറുണ്ടായിരുന്നു, നാട്ടി നിർത്താറുണ്ടായിരുന്നു. ആ ക്രൂശിൻ്റെ അരികിൽ വരുമ്പോൾ ജനങ്ങൾ വളരെ ഭവ്യതയോടെയാണ് ഒന്ന് അവർ തന്നെ നെഞ്ചിൽ കൈവച്ച് ഒന്ന് അനുസ്മരിച്ചിട്ടേ പോവുള്ളൂ. ക്രൂശ് തന്നെ അനുസ്മരിച്ചിട്ട് പോകും. മാത്രമല്ല ഇതിൻ്റെ ചുവട്ടിൽ ആളുകൾ വന്ന് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? രണ്ട് പാർട്ടികൾ, രണ്ട് കക്ഷികൾ തമ്മിൽ ഡീൽ ചെയ്യേണ്ടതിന് അവരിവിടെ വരും. ഇവിടെ വന്നിട്ട് ഈ കുരിശിൻ്റെ മേളിലേക്ക് വെട്ടമടിച്ചിട്ടതിൻ്റെ നിഴൽ വന്ന് വീഴുന്ന ഭാഗത്തേക്ക് അവർ രണ്ടുപേരും മാറി നിൽക്കും. കുരിശിൻ്റെ നിഴൽ അവരുടെ ദേഹത്ത് വീഴണം, രണ്ടുപേരുടെയും. അപ്പോൾ രണ്ടുപേരും കൂടെ ഡീൽ ചെയ്യുന്ന കൈ കൊടുക്കുമ്പോൾ ആ ക്രൂശിൻ്റെ നിഴൽ അവരുടെ രണ്ടുപേരുടെയും മേളിലേക്ക് വീഴും. അങ്ങനെ നിഴൽ വീണ് അവർ ചെയ്യുന്ന ഈ ഡീല് ഒരു കാരണവശാലും മാറത്തില്ല. ആജീവനാന്ത വ്യവസ്ഥയാണത്. അപ്പോൾ പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന വ്യക്തിയും കുരിശിൻ്റെ നിഴലിലാണ് ഇത് ചെയ്യുന്നത്. കുരിശിൻ്റെ നിഴൽ അവരുടെ മേൽ വന്ന് വീഴാൻ അതൊരു പക്ഷേ രാവിലെയോ വൈകിട്ടോ എപ്പോഴായാലും, നട്ടുച്ചയ്ക്ക് സംഭവിക്കത്തില്ല. നട്ടുച്ചയ്ക്ക് കുരിശിൻ്റെ തൊട്ട് ചുവട്ടില്ല നിഴൽ. പക്ഷേ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും സമയഭേദമുണ്ടാകുമ്പോൾ നിഴൽ അവരുടെ ദേഹത്ത് വീഴണം. അതാണ് കുരിശിൻ്റെ നിഴൽ. അപ്പം പരസ്പരം പറഞ്ഞ വാക്കുകൾ, പരസ്പരം കൊടുത്ത ഉഭയസമ്മതം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്ത കാര്യത്തിന് ആജീവനാന്തം മാറ്റമില്ല. അതാണ് കുരിശിൻ്റെ നിഴൽ. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ മേലൊരു നിഴലുണ്ട്, അത് കുരിശിൻ്റെ നിഴല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ക്രൂശിതനായവനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് വിച്ഛേദനമില്ല. ഞാൻ അവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ, അങ്ങല്ലാതെ വേറൊരു കർത്താവ് എനിക്കില്ല. ആപത്തോ വാളോ സങ്കടമോ ഉപദ്രവമോ നഗ്നത എന്തു വന്നാലും ഞാൻ അങ്ങയുമായി ഡീൽ ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഞാൻ മാറത്തില്ല. അതാണ് കുരിശിൻ്റെ നിഴൽ. ബോധ്യമായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, കുരിശിൻ്റെ നിഴൽ എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ സുതാര്യതയാണ്, ബന്ധങ്ങളുടെ സംശുദ്ധതയാണ്, ബന്ധങ്ങളുടെ സുദൃഢതയാണ്. ആരെയും യാതൊരു വിധത്തിലും കബളിപ്പിക്കാതെ സുതാര്യമായി നമുക്ക് രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ബന്ധമാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് അവിശ്വസ്തത കാട്ടരുത്. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാട്ടരുത്. ജനിച്ച വീടും നാടും മണ്ണും കളിച്ച മുറ്റവും കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ വരുന്ന പെൺകുഞ്ഞിനോട് ഒരിക്കലും അവിശ്വസ്തത കാട്ടരുത്. ഉത്തരവാദിത്വത്തോടെ നിന്നെ പോറ്റാമെന്ന് വാക്ക് തന്ന ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടരുത്. അവിശ്വസ്തത കാട്ടാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ കുരിശിൻ്റെ നിഴൽ നമ്മുടെ മേലുണ്ടെന്നുള്ള ആ ഒരു സംഗതി. പിതാവേ, അങ്ങയുടെ ജനത്തെ വിടിവിക്കേണ്ടതിന് ഞാൻ തകർന്നോളാം എന്ന് പിതാവുമായി ഡീൽ ചെയ്തിട്ട് ആ ഡീൽ ഉറപ്പിച്ചത് ഗത്സമനയിലാണ്. കർത്താവ് അതിൽ നിന്ന് കുതറി മാറുന്നില്ല. വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, കുതറി മാറുന്നതേയില്ല. അങ്ങനെ കുതറി മാറാതെ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ആ പുത്രൻ്റെ സമർപ്പണം പോലെ യേശുവിന് മുൻപാകെ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നു. അതാണ് കുരിശിൻ്റെ നിഴൽ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? മാത്രമല്ല വേറൊരു ചിന്ത കൂടിയുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത. ഗലാത്യ ലേഖനം 5:24 വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ ഗലാത്യ 5:24? കർത്താവിൽ ഉള്ളവർ, ക്രിസ്തുവിനുള്ളവർ അവരുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്തോ ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. ഇനി പാപത്തിൻ്റെ രാഗങ്ങൾ, ജഡശരീരത്തിൽ ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ, വിചാരവികാരങ്ങളുടെ, വിക്ഷോഭങ്ങളുടെ, യാതൊരു വിധത്തിലുള്ള തോന്നലുകളുടെയും മുൻപിൽ ഞാൻ എൻ്റെ ആത്മീയത പണയപ്പെടുത്തത്തില്ല. കാരണം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വിചാരങ്ങളെ ഇവിടെ അർത്ഥമാക്കുന്ന നിയമവിരുദ്ധ വിചാരങ്ങളാണ്. മനസ്സിലായോ? ജഡശരീരത്തിന് ആവശ്യമായിരിക്കുന്ന വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാകണം. പക്ഷെ അത് നിയമാനുസൃതമാകണം, നിയമവിരുദ്ധമാകാൻ പാടില്ല. അങ്ങനെ നിയമവിരുദ്ധമായി എൻ്റെ ആത്മീയതയെ പണയപ്പെടുത്തുന്ന, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള വീണ്ടും വിചാരത്തിൽ തന്നെ അകറ്റിക്കളയുന്ന യാതൊരു വിധത്തിലുള്ള വികാരങ്ങളുടെയും മുമ്പിൽ
ഞാൻ പണയപ്പെട്ടു പോകത്തില്ല, കാരണം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കുരിശിൻ്റെ നിഴൽ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ആശയം. ഇനി കുരിശിൻ്റെ നിഴൽ എന്നുള്ളതിൻ്റെ മൂന്നാമതൊരു ചിന്തയുണ്ട്. കുരിശിൻ്റെ നിഴൽ എൻ്റെ മേലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ യേശുവിന് വേണ്ടി തീഷ്ണമായി പാടിയും പറഞ്ഞും പ്രസംഗിച്ച് കവലയിലും ഇടവഴിയിലും ഗ്രാമവീതിയിലും പട്ടണപ്രാന്തങ്ങളിലും ഒക്കെ ഇങ്ങനെ പാടിയും പ്രസംഗിച്ചും വിശ്വാസത്തിൽ കൈകൊട്ടി പാടി പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ കുരിശിൽ എന്നെ ആരെങ്കിലും തറയ്ക്കും. അതിന് ഞാൻ സമർപ്പണമാണ്. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ മണം നമ്മുടെ മൂക്കിൽ അടിക്കണം എപ്പോഴും. അതാണ് അതിൻ്റെ വസ്തുത. ഞാൻ ഒട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റോമാ ഗവൺമെൻറ്റിൻ്റെ മൂർച്ചയുള്ളൊരു വാൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് താഴും എൻ്റെ പെടലിക്ക് നേരെ. ആ ഉയർച്ച താഴ്ചയിൽ എൻ്റെ ശരീരവും എൻ്റെ തലയും രണ്ടും രണ്ടായി വേർപെടും. പക്ഷെ ഞാനതിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിന് വേണ്ടി. എൻ്റെ പ്രാണന് വിലയേറിയതായി ഞാൻ എണ്ണുന്നില്ല. പ്രാണന് വിലയേറിയതായി എണ്ണാത്തതായിരിക്കുന്ന ഒരു മനോഭാവമാണ് കുരിശിൻ്റെ നിഴലെന്ന് പറയുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അപ്പം ഈ പറയപ്പെട്ട കുരിശിൻ്റെ നിഴൽ, കുരിശിൻ്റെ വചനം, കുരിശിൻ്റെ സഹനം, കുരിശിൻ്റെ വചനം, കുരിശിലെ അധിക്ഷേപം, കുരിശിലെ സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് മഹത്വരമായിരിക്കുന്ന ചിന്താധാരയാണ്. ദൈവമക്കൾ അതിനെ ആഴത്തിൽ പഠിച്ചേ പറ്റുകയുള്ളൂ. കുരിശിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ യേശുവിനെ നിന്ദിച്ചു, അധിക്ഷേപിച്ചു, ദുഷിച്ചു. അവന് പറുദീസ നഷ്ടമായി. പക്ഷേ കൂട്ടത്തിൽ മറ്റൊരുവനുണ്ടായിരുന്നു. അവൻ യേശുവിനെ അംഗീകരിക്കുകയായിരുന്നു. അവൻ യേശുവിനെ അംഗീകരിച്ചു. നിങ്ങൾക്കറിയാമോ, അവൻ യേശുവിനെ നോക്കുകയായിരുന്നില്ല, ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവന് പറയാൻ കഴിഞ്ഞ ദൈവിക വെളിപ്പാട്, ദ ഹൈ ക്രിസ്റ്റോളജി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 വിശേഷ വിചാരങ്ങളാണ് ഈ കള്ളൻ യേശുവിനെ കുറിച്ച് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചു വായിക്കണം. ഡോക്ടർ ലൂക്ക് മാത്രം അവതരിപ്പിക്കുന്നു 23-ാം അധ്യായത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 23-ൽ മത്തായിയോ മർക്കോസോ യോഹന്നാനോ പറയാത്ത അനുഗ്രഹീതമായിരിക്കുന്ന ഒരാശയം ഈ കള്ളൻ പറയുന്ന ആ വാചകത്തിലെ തിയോളജി ലൂക്കോസാണ് അവതരിപ്പിക്കുക. ലൂക്കോസ് എന്താ പറയുന്നതെന്നറിയാമോ? മറ്റേ കള്ളനോട് പറയുക, ഇവൻ കുറ്റമില്ലാത്തവനാ. ശ്രദ്ധിച്ചോണം, അത് യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ചിന്തയതാ. യേശു ആരാന്ന? കുറ്റമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ. 2, അത് അവനോട് പറഞ്ഞിട്ട് പിന്നെ യേശുവിനെ പാർശ്വവീക്ഷണമേ കാണൂ, മുഖാമുഖമല്ല. ഒരു വശത്തല്ലേ പാർശ്വവീക്ഷണമാണ്, മുഖാമുഖമായിട്ട് കാണാൻ പറ്റില്ല. പാർശ്വവീക്ഷണത്തിൽ യേശുവിനെ പാതി ചരിഞ്ഞവൻ നോക്കിയിട്ട് പറയുന്നു, ഗുരു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയനെയും കൂടെ എന്ത് ചെയ്യണേ? ഓർത്തുകൊള്ളണമേ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയനെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന ഒറ്റ വാചകത്തിനകത്ത് 4 തിളക്കമുള്ള ആശയങ്ങളെ പെറുക്കിയെടുക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, തീക്ഷ്ണമായി ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ 4 ആശയങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതാണ് ഇവൻ കുറ്റമില്ലാത്തവൻ. ബാക്കി 4 കൂടെ കേൾക്കണം. എന്താ? അവൻ യേശുവിനെ നോക്കി പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ചു. അപ്പോൾ യേശു ആരാണെന്ന് അവൻ പറയുന്നത്? രാജാവാണെന്നാണ്. അങ്ങ് രാജാവാണ്. എന്നിട്ട് പറയുന്നു, മടങ്ങി വരുമ്പോൾ. യേശു അത്യാസന്ന നിലയിലാണ്, മരിക്കാൻ തുടങ്ങുക. പക്ഷെ ഇവൻ പറയുന്നു മടങ്ങി വരും എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് യേശു പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ളതാണ്. നീ മരിച്ചാലും എന്തോ ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. ഞങ്ങൾ മരിക്കും, പക്ഷെ ഞങ്ങൾ മരിക്കുന്ന പോലെയല്ല നീ മരിക്കുന്നത്. നീ മരിച്ചാലും ചില സമയം കഴിയുമ്പോൾ നീ പുനരുദ്ധാനം പ്രാപിക്കും. കാരണം തിരുവെഴുത്തിൻ പ്രകാരം നീ മരിക്കുകയും ഉയർക്കുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനം കണ്ടോ. അപ്പോൾ എത്ര കാര്യമായി? 1, യേശു കുറ്റമില്ലാത്തവൻ. 2, യേശു രാജാവാണ്. 3, യേശു പുനരുദ്ധാനം പ്രാപിക്കേണ്ടവനാ. 4, യേശു എന്ത് ചെയ്യേണ്ടവനാണെന്നറിയാമോ? മടങ്ങി വരേണ്ടവനാ. അത് യേശുവിൻ്റെ പുനരാഗമനമാണ്. യേശു പുനരാഗമിക്കുമെന്ന് അവൻ തന്നെ സമ്മതിക്കുകയോ. നീ മടങ്ങി വരുമ്പോൾ. 5-ാമത്തെ ഒരു കാര്യം അവൻ തന്നെ പറയുന്നത്, മടങ്ങി വരുമ്പോൾ എന്നെ അങ്ങോട്ട് ഓർത്തോണേ എന്ന് പറഞ്ഞാൽ അവന് തിളക്കമാർന്നൊരു ചിന്തയുണ്ട്. യേശു പുനരാഗമിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരൊക്കെ പുനരുദ്ധാനം പ്രാപിക്കും. ആ കൂട്ടത്തിൽ എൻ്റെ കല്ലറ എങ്ങോട്ട് തുറന്ന് എന്നെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോണേ കർത്താവ് എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ യേശു രാജാവാണ്, യേശു പുനരുദ്ധാനം പ്രാപിക്കേണ്ടവന്, യേശു മാത്രമല്ല പുനരാഗമിക്കേണ്ടവന് മാത്രമല്ല യേശുവിലൂടെ ഉള്ളതായിരിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തോ ഉണ്ട്? പുനരുദ്ധാനമുണ്ട്. ഇത്രയും ചിന്തകൾ അവനങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ പറയുന്നു, ഇത്രയും കാര്യഗൗരവമായ ആലോചനകൾ പറഞ്ഞ് നീ
ഞാൻ വരുന്നത് വരെ കാത്തിരിക്കണ്ടേ, ഇപ്പം തന്നെ കയറിക്കോ പർദീസായിലേക്ക്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. കണ്ടില്ലേ, കുരിശിൽ പറയപ്പെടുന്ന മഹത്വരമായ സാക്ഷ്യത്തെ നമ്മൾ അറിയാതെ പോകരുത്. യേശു കുറ്റമില്ലാത്തവനാണ് എന്നുള്ളതും, യേശു മരിച്ചാലും യേശു രാജാവാണെന്നുള്ളതും, യേശു മരിച്ചാലും പുനരുദ്ധാനം പ്രാപിക്കും, പുനരുദ്ധാനം പ്രാപിച്ചിട്ടവൻ മടങ്ങി വരും, മടങ്ങി വന്നു കഴിയുന്ന ആ നേരത്തവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പുനരുദ്ധാനമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ച്? മരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്ത്യ ജീവിതം, മരണാനന്തരം നമുക്കൊരു പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാനത്തിൻ്റെ മഹത്തായ സാധ്യത തള്ളിക്കളയാതെ അതിൻ്റെ യോഗ്യത നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോകാൻ നമുക്ക് കഴിയണം.